അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കമ്പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കളിക്കാൻ വന്നിരിക്കുകയാണ് ഫുട്ബോൾ, അതും ഡിവിഷൻ. നമ്മുടെ സ്കോഡ് കാണിച്ചാൽ സ്കോഡാണ് സ്കോഡാണ് ജനിക്കാണ് മൂന്നാണ് അതാണ് സ്ട്രെങ്ത്ത് നോക്കി ആകെ 4 സീറ്റുള്ളൂ. പോയിൻറ്റ്സ് 1235 ഡിവിഷൻ 5 ആയിട്ടേ ഉള്ളൂ ഗൈസ്. ഇനി 2 മാച്ച് കളിച്ചിരുന്നു. അപ്പോൾ സൗണ്ട് ഇറക്കാം. ഓക്കെ, വരട്ടെ വലിയ സുഹൃത്തെ. പിന്നെ നിങ്ങളുടെ സ്കോഡും പിന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ID ഒക്കെ കമൻറ്റ് ചെയ്താൽ നമുക്കതൊക്കെ ചെക്ക് ചെയ്ത് വീഡിയോസ് ഇടാം, കണ്ടേനാക്കാം. ഇതെന്താ ആരും ഇല്ലേ? ആൻ്റെ ചങ്ങായിയേ, ഇപ്പോൾ വല്ലാത്ത കഷ്ടമായില്ലോ. പിന്നെ ഗൈസ് എന്താ വേൾഡ് കപ്പ് കാണുന്നില്ലേ? വന്നു, വേൾഡ് കപ്പ് പറഞ്ഞപ്പോൾ തന്നെ വന്നു. കളിക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്താൽ നന്ദിയുണ്ടേ, അത്ര പറയാനുള്ളൂ. അതാ എന്തോ കാരണത്താൽ നമ്മളെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അറിയാലോ, നമ്മളെ തടസ്സപ്പെടുത്താൻ അങ്ങനെയൊന്നും സാധിക്കില്ലെന്ന്. ഇവർക്കല്ല, സോറി നമുക്ക് എന്താണ് കുറേ നേരം കറക്കം തുടങ്ങിയിട്ട്. ബ്രോ പക്ഷെ അതിന് മറ്റവൻ നിർത്തിപ്പോയിരുന്നെങ്കിൽ രസമായിരുന്നു, നമുക്ക് 3 പോയിന്റെങ്കിലും കിട്ടിയാണ്. പിന്നെ നെറ്റ്വർക്ക് കുറഞ്ഞ ഒരു സ്ഥലത്താണ്, അതുകൊണ്ടാവും ചിലപ്പോൾ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഡാറ്റ യൂസ് ചെയ്യണം ഗൈസ്. ഓക്കെ, വന്നുകൊണ്ട് മൂഞ്ചിക്കരുത് സുഹൃത്തെ, മൂഞ്ചിക്കരുത്. ഓക്കെ, വന്നിട്ടുണ്ട്. നല്ല 3077. സ്മാർട്ട് അസിസ്റ്റ് അല്ല കേട്ടോ, അത് പിന്നെ സ്മാർട്ട് അസിസ്റ്റ് ആണോ സുഹൃത്തുക്കളെ? പിന്നെ ഫ്രണ്ട്ലി കളിക്കണമെങ്കിൽ അക്കൗണ്ട് ഇട്ട് നമുക്ക് കളിയായിരുന്നു കേട്ടോ. ഹസാഡ് ഫോമാ, ബ്രൂണോ ഗ്രാമറസ് ഫോമാ, പകരം ഓക്കെ. കിളിപോയ എംബാപ്പെ ഇറക്കിയിട്ടുണ്ട്, ഹാരി കെയ്നും വന്നിട്ടുണ്ട്. വലിയ സ്കോഡ് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡാണ്. അപ്പോൾ നല്ല കളിക്കുന്നുണ്ടാവും കേട്ടോ. സ്മാർട്ട് അസിസ്റ്റ് അങ്ങനെ അറിയാത്തവരങ്ങനെ ഓഫാക്കി വെക്കില്ല, അറിയുന്നതിന് തന്നെയാവും. പിന്നെ നിങ്ങൾ ക്വിക്ക് കൗണ്ടറാണോ പൊസിഷൻ ഗെയിമാണോ എന്താ വെച്ചാൽ പറഞ്ഞേക്ക്, നമ്മൾ പൊസിഷൻ ഗെയിം ആട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര കോയിൻസ് ഉണ്ടെന്നും ജീപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടേ മതി, നമുക്ക് പൊളിക്കാം. അത്രയല്ലോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് വേണ്ടി പറയാം. നമുക്ക് തുടങ്ങാം. എന്ത് കത്തി വരാത്ത? ഓക്കെ, ഇപ്പോൾ പേഴ്സിലാണല്ലോ. ഓവൻ്റെ അടുത്ത് ഇമ്മിച്ചുണ്ടായിരുന്നില്ല, ഞാനിത് വെറുതെ നോക്കുമായിരുന്നു, സാധാരണ നോക്കാറില്ല. പിന്നെ വീഡിയോയിൽ കാണിക്കണം പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ കാണിച്ചു കേട്ടോ. എടാ ഫോം ഉണ്ടാവില്ല മച്ചു, അതാണ് പ്രശ്നം. അതാ മൂഞ്ചി കണ്ടില്ല, നമ്മൾ ന്യൂബാണ്, എന്ത് ചെയ്യാം. നമുക്ക് പൊട്ട സ്കോഡ് ആണ്, കളിക്കാനും അറിയില്ല, എന്ത് ചെയ്യാല്ലേ. കിമ്മിച്ച് അത്യാവശ്യം ബോഡി ഇട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫോം കിട്ടില്ല.
ഓടെ എംബാപ്പിയെ വേൾഡ് കപ്പിലെ ഫോം എടുക്കേ എന്നെ ഫ്രാൻസിലാക്കിയാലേ ഇത് കളിക്കുള്ളൂ. ആ ഏതാ സ്കില്ല് ക്രോസ് ഹെഡ് എംബാപ്പി ഇതെന്തിങ്ങനെ പാസ് ചെല്ലി ശവ ആ തീർന്നു ആ തീർന്നു മൂഞ്ചി വാ അല്ല നമ്മൾ ന്യൂബാണേ 8 അടിച്ചത് കൊണ്ട് എത്തിക്കാം. നമ്മളെന്തായാലും ഇത് തോൽക്കാളാണ്. നമ്മൾ ഡിവിഷൻ 5 4ക്ക് കയറും പറഞ്ഞാൽ നടക്കൂല. നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല. അയ്യേ ഛേ നേരെ ഡ്രിബിൾ ചെയ്യണ്ട ഞങ്ങളെ. അയ്യൻ്റെ പൊന്നോ ഇടിക്കേ ആ ന്യൂനോ മെൻഡസ് ആണല്ലോ. അയ്യൻ്റെ പൊന്നോ ദാരിദ്ര്യം. അയ്യോ മൂഞ്ചല്ലേ ആ ഓൻ്റെ അഷ്റഫ് ഹക്കീമിക്ക് കിട്ടി. പക്ഷെ കേപ്പ് വെറുതെ തോറ്റപ്പോൾ നമുക്ക് സങ്കടമായോ. നല്ല കളി പറഞ്ഞിട്ടവര് ഓസീഞ്ഞെന്ന് പറഞ്ഞ ഒരൊറ്റ ആൾ ആയിരുന്നു ആദ്യത്തത്. പിന്നെ രണ്ടാമത്തെ മാച്ചിൽ ഉറുഗ്വേയോട് എടാ അപ്പം സ്കില്ലിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു ട്രൈ കഴിഞ്ഞു. ആ ഓടിൻ്റെ ഹാരി അതാ ജോടെ എന്താണ് ഇവനെ കൊണ്ട് വയ്യട്ടോ. ഇടുക്കേ സംഭവം നമ്മൾ പൊട്ടത്തരം പറയുകയാണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഞാൻ കൊണ അടിച്ചിട്ടേ ഇതൊന്നും നോക്കിയില്ല. ഇത് നമ്മൾ തോക്കും തോന്നില്ല. തോക്കും ദുവേനെ പിടിച്ചിട്ടാലോ ഉണ്ടല്ലോ ഫോമല്ല എന്താ ചെയ്യുക. സാറല്ല ഇത് ഈ സ്കോഡ് വെച്ച് കളിക്കാം. സാറല്ല പോട്ടെ. 3 മാച്ചപ്പോൾ നമ്മൾ തോറ്റ് 1 പോയിന്റും ഇല്ലാതെയാണ്. നമ്മൾ കംബാക്ക് അടിക്കും. അത് പിന്നെ ആരെ കൊണ്ട് തടയാൻ പറ്റാത്താവും. പതുക്കെ എന്നാ ഞാൻ ചവ് ഗോളായിരുന്നു. അപ്പച്ച സ്കില്ലിടേ ഇവന്മാരൊക്കെ എന്താ ഇങ്ങനെ അടുക്കെടുക്കെടുക്കെടുക്ക് ബ്രോ യെസ് ബ്രോ ആ മൂഞ്ചിനപ്പോ ഹാരിമോനെ അടിച്ചില്ലെങ്കിൽ ജിഗേ ആ ഇന്നെ പേടിച്ചടിച്ചാണേ. അവന് ഗേ ആവാൻ ഇഷ്ടമല്ലാത്തോണ്ടാണ് അവൻ ഗോളടിച്ചത്. ബ്രോ എൻ്റെ പൊന്നാര ചങ്ങായേ എൻ്റെ അമ്മൂമ്മയുടെ പിന്നാലേക്ക് കൂടി കാത്തുക്കിടന്നാ അല്ല നീ എടാ തീർന്നു
അടിക്കാൻ കൊടുക്കല്ലേ. അതാ വല്ലാത്ത പൊല്ലാപ്പ ഇത്. എന്ത് കഷ്ടിച്ചങ്ങനെ ഗോളടിച്ചാണോ ഫോൻ്റെ? നമുക്ക് മറ്റേതൊക്കെ എന്താണ് അല്ല കിളി പോയി എംബാപ്പയൊന്നും വൈകിയ ടോനൊക്കെ പിടിച്ച്. അതെ ഷാംസിൻ്റെ പാക്ക് കിട്ടാനാണ് കാത്തുക്കണത്. ആണ് ഞാൻ കോയിൻസ് സേവ് ചെയ്യണത്. ആ വായോ എന്തായാലും ജയിക്കാൻ പോകില്ല. വെറുതെ എന്തിനാണ് നമ്മളിതാക്കണേ. നമ്പർ 70 മൂഞ്ചി. അടിച്ച് വീട്ട് ഇന്നെൻ്റെ ചങ്ങായി മൂഞ്ചി. നമ്മളെ മിസ്റ്റേക്ക്. ഇനി എത്ര ഗോളടിച്ചാലും എന്തായാലും ജയം ഉറപ്പല്ല. തോൽവിയെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോണ്ട് മൂന്നാമത്തെ ഗോൾ നമ്മളെ മിസ്റ്റേക്ക്. അടുത്തത് കമ്മി. ഗോളടിച്ചോ. കേറി. കിങ്ങിച്ചടിച്ചടാ. ഡിഫൻഡർ വന്നിട്ട് അടിച്ചു. നാണക്ക് കരച്ചിട്ട് വരും കേട്ടോ. ആട്ടണേ നമ്മളട്ട ഫ്ലോപ്പാട്ടോ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ വരും. എടാ വിളിക്കോടി എൻ്റെ ചങ്ങാത്തം എനിക്കിപ്പോൾ കൈപ്പാടി കിട്ട. എടാ ഓടടാ. എൻ്റെ ചങ്ങാത്തം എനിക്കിപ്പോൾ കൈപ്പാടി മുന്തിരി വിളിക്കോടി എൻ്റെ ചങ്ങാ. ഇവന്മാര് ഫോം പറഞ്ഞിട്ടും മാങ്ങാൻ തൊലിയാണ്. ഒക്കെ വയ്യപ്പന്മാരൊക്കെ കൊണ്ട്. സ്റ്റീവൻ ജെറാർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും അടുത്ത ഗോളി നാണക്കേടാവാൻ പോവുക. ഇതിന് സെലിബ്രേറ്റ് ചെയ്യണേ കണ്ടാ തോന്നും. വല്ലാത്ത കഷ്ടായി. കളിയും പഠിച്ചിട്ടില്ല നിങ്ങൾ പറയാൻ തുടങ്ങും. അതാണ് വലിയ പ്രശ്നം. ഓൻ ഷോർട്ട് കോർണർ ഗോൾ അടിക്കലാടാ. പ്ലീസറാ എന്ത് കാട്ടണേ. മാക്സിമം ഒരു ഗോൾ വഴങ്ങാതിരിക്കാനാ നോക്കണ്ട്. കളിയും നല്ല ഫോമായിരുന്നു. ഡിവിഷൻ 5 ഒക്കെ കടക്കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവരെ അമ്മായിപ്പൻ്റെ സർവൈവൽ മെയിൻ്റെനൻസ് വന്നു. എന്താ അറിയില്ല, സാധാരണ സർവൈവൽ മെയിൻ്റെനൻസിൽ കളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പോവില്ല. പോട്ടെ തോൽവികളുണ്ടാവും. നമ്മളിത് ആദ്യമായിട്ട് നല്ല പ്ലക്ക് കിട്ടണേ. അതിലിനി നോർവേയുടെ മറ്റേ ബ്രസീലിൻ്റെ ആളില്ലേ. അല്ലാത്ത എന്നാലും പക്ഷെ എൻ്റെ ചങ്ങായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെസ്സിയുടെ ഫോമിനെ പറ്റി പറയാൻ. അയാൾ 39 വയസ്സാന്ന് കണ്ട പറയില്ല കേട്ടോ ചങ്ങായി. അയാളൊക്കെ ഉണ്ടല്ലോ എന്താ വിളിക്കണ്ടേ. ഇവൻ സ്മാർട്ട് അസിസ്റ്റാ.
സുബിന് കളിക്കാറി ഉണ്ടാവും. ഇവന് തീരെ കളിക്കാറിയില്ലെങ്കിൽ ഇന്നേക്കാൾ ബെറ്റർ ആവും. കാരണം ഞാൻ അത്രയും കളിക്കറിയാത്ത ആളാണ്. എന്താ ഇവിടെ ആകെ ഒരാളെ ഫോമുള്ളൂ. ഡേവിഡ് റായും സ്റ്റീവൻ ജെറാർഡി ഇരുന്നോട്ടെ, ആവശ്യം വരും. ഓക്കെ ഐസ് ഓപ്പണന്റ് വന്നിട്ടുണ്ട്. എടുക്ക് അണ്ണാ. ബ്രോ ഇടുക്ക് കൊടുക്ക് അടിക്കേ. ഇപ്പൊ ഇനി ഓൻ്റെ അടുത്തുനിന്ന് ഗോൾ മുഴങ്ങും. ടാക്കിൾ ചെയ്തോ, അത് വഴിയുള്ളൂ, പോട്ടെ, അല്ലെങ്കിൽ അത് ഗോളാവും. അതറിയ എടാ ആകെ പൊല്ലാപ്പായി. ഇനിയുള്ളതൊക്കെ റേറ്റ് ഇല്ലാത്ത, ഇനി മൊത്തം പൊട്ടന്മാരാണ് ഈ CMF കളിക്കുന്നത്. നേരെ റേറ്റഡായ ഒരു സാധനമല്ല, വല്ലാത്ത പൊല്ലാപ്പായി. കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഇരട്ടി മധുരായാണ്. ഗോളും കൂടി വഴങ്ങിയാൽ തീർന്നു. മക്കളെ എന്താത്തിന് എനിക്ക് വയ്യപ്പോ, ഞാൻ നിർത്തി പോവാണ്. ഇത് ലാസ്റ്റ് കളിയാണ് വീഡിയോയില്. എനിക്ക് അല്ലെങ്കിലേ ഫോമല്ല ഇരിക്കണം. റെഡ് കാർഡും എൻ്റെ അമ്മായപ്പനും. എന്തൊക്കെ ഞാൻ കാട്ടിപ്പോ ചേട്ടാ, തെണ്ടികളെ. എന്തോടെ വണ്ടി പാർക്ക് ചെയ്യാൻ കാത്തിക്ക്. എടാ എടുക്കടാ മെസ്സി. എടാ വല്ലാത്ത കഷ്ടായിട്ടോ. ഞാൻ ഇപ്പൊ കരഞ്ഞ്. അമ്മായിപ്പൻ്റെ പോസിങ് എന്താ വേണ്ടി എനിക്കൊക്കെ. പിടിച്ചിറക്കാം മോത്തിയാള്. എന്ത് കാട്ടണേ പിന്നെ ഇല്ലാത്ത എന്താണ് ഇന്ന് കാട്ടണില്ല. ഞങ്ങട്ട് എടാ എന്തേലും ഒന്ന് ചെയ്യറാ. ഇതെന്ത് കാട്ടണേ. ഞാനില്ല CMF നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ വായോ. എടാ അല്ലെങ്കിൽ ഞാൻ ടെമ്പർ ഇരിക്കണെങ്കിൽ വാടാ.
ദേഷ്യം വരുന്നുണ്ട്. ഇയാളെ ചെങ്ങായി ഒന്ന് വായോ, പോസ് ചെയ്ത് കളി. എന്ത് കാട്ടണേ, ഒന്ന് വായോ, അല്ലെങ്കിൽ നിർത്തിപ്പോ. എനിക്ക് ചായ കുടിക്കാനും മറ്റേ എനിക്ക് നിർത്തുകയാണെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്ത് പോയി എന്തെങ്കിലും കാട്ടിക്കോ. നമ്മളിനി ഡിവിഷൻ പ്രൊമോഷനും കിട്ടൂല. എടാ വാട ഒന്നേ, ചേട്ടാ ചെങ്ങായേ, ഇതൊക്കെ എന്തിനാ വന്നു? ഇതവിടെ നേരത്തെ വന്നാ പോരെ തേണ്ടി. തൊപ്പി തോറുന്നേ ഇടയ്ക്ക് നേരിയേ. എനിക്ക് എന്താ അത്ര സ്ലോ, എന്ത് കാട്ടണേ. വല്ലാത്ത പൊല്ലാപ്പ്. എടാ ഇജ്ജിച്ചൊന്ന് ക്രോസ് ചെയ്യേ. അടാ ചെന്തത്ര തഴുകി കൊടുക്കണേ. എന്താറാ എന്നോട് ഇത്ര വൈരാഗ്യം എന്താണ് എനക്കൊക്കെ തേണ്ടി. അവിടെ എടുക്കണേ. എന്ത് ചാടി പറക്കണം, ഇതെന്ത് വെറുതെ. പാസിടി വല്ലാത്ത പൊല്ലാപ്പ്. ഇത് ഗോൾ അടിച്ചില്ലെങ്കിൽ മറ്റവനെ ബ്രാഡിലെ മറ്റവന് മാർച്ചവനെ കൊണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ. വർക്കോളല്ല ഷവർമ്മയൊക്കെ ഞാൻ. എടാ ഇവനെന്താ ഇങ്ങനെ കാണാൻ? എടാ ഒന്ന് അനക്ക് എന്തോത്തിന്റെ കേടാടാ. എടാ അപ്പൻ്റെ കാട്ടണേ, കഷ്ടം. ഏട്ടാ ഇജ്ജ് കടന്നു ഉറങ്ങാൻ തരടാ തെണ്ടി. എടാ ഇജ്ജ് എന്താ അവിടെ പിടിച്ചിട്ട്? അൻ്റെ അമ്മായപ്പൻ വല്ലാത്ത കഷ്ടം. ഈ സെക്കൻഡ് ഹാഫ് നമ്മൾ നീന്തി. ഞാനേ ദൂവേനെ പിടിച്ചിറക്കട്ടെ, ഇവിടെ കിടക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. ടെമ്പററി ക്ലാസ് പെർമനന്റ്. ഇത് വീണ്ടും നിൽക്കൽ തുടങ്ങി ചായ കുടിക്കാൻ. എടാ അന്ന് എന്താ പറയാ ഞാൻ ചെയ്ത്? ഉപദ്രവവും ഞാൻ ചെയ്തില്ലല്ലോ. വെറുതെ വാടാ വന്നേ. ഇവൻ്റെ എത്ര കണക്കാള്. ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ത്യക്കാരൻ്റെ ഒരു മുട്ട വിൽപ്പനശാല വേണമെങ്കിൽ ഞാൻ കാണിച്ചതാ.
ചെല്ലി ഗോളടിച്ചില്ലെങ്കിൽ തിണ്ടി ഗേ ഗേ ഉണ്ടാ ഉണ്ടാ തിണ്ടി. യാടാ നമ്മൾ ഈസി ആയിട്ടൊരു 3 ഗോൾ അടിക്കണ്ടായിരുന്നു. ഞാൻ എന്ത് കാട്ട് അതാ ഇനി ഓൻ്റെ ഗോളും ചിണ്ടി നിർത്തി പോവാണ്. ഞാൻ ഇയ്യട്ടോ വല്ലാത്ത കഷ്ടം. നമ്മൾ ഈസി ആയിട്ട് ജയിക്കണ്ടേ. നിർത്തി പോണ് എത്ര മൂഞ്ച എടാ എടുക്കടാന്ന്. എടാ ഓടടാ എംബാപ്പി. എംബാപ്പി ഗോൾ അടിക്കടാ. അടിക്കല്ലേ എടാ തിണ്ടി. ഇവൻ എന്താ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. ഒന്നാമത് റെഡ് കാർഡും മറ്റുള്ള കാർഡൊക്കെ വാങ്ങിച്ച് നിൽക്കുകയാണ്. എടാ തിണ്ടി ഓട് 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 ഓട്. എടാ തിണ്ടി. അവിടെ തെണ്ടിയാളെ ചേട്ടാ ഇച്ചെന്താ അവിടെ പാർക്കണം. എടാ കടക്കല്ലടാ മാറിപ്പോയതാടാ തെണ്ടി. അപ്പാ എടാ വല്ലാത്ത കഷ്ടം. ഞാനിവിടെ കളിക്കണം. ഇവന് ജയിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാനോ? വല്ലാത്ത കൊല്ലാത്ത. എടാ ഇനി അടുത്ത ഗോള് പഴങ്ങല്ലടാ മാങ്ങാണ്ടി മോറന്മാര്. അതാ ഓൻ്റെ ഞാൻ കളി നിർത്തി പോകട്ടതോടെ. ഇനി കളിക്കണില്ല വയ്യ. തീർന്നു. ഇനി അടുത്ത ഗോള് വഴങ്ങലടാ തെണ്ടികളെ. ഞാൻ ഇല്ല വയ്യ. വല്ലാത്ത കഷ്ടം. തെണ്ടി കണ്ണീര് പിടിപ്പിച്ചത് നരകിച്ച കൂത്തുള്ള തെണ്ടി. ഓരോരുത്തന്മാര് കയറി വന്നോളൂ മൂഞ്ചിട്ട്. ഞാൻ നിർത്തണം. നിർത്തിപ്പോണ്. നമ്മളെന്ത് കാട്ടി നിൽക്കണ്ട. എനിക്ക് ഇത് അങ്ങനെ പോയില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ടോംബർ വെച്ച് കളിച്ചത്. I can tell.
This is a miracle. In your world, I feel invincible. അപ്പോൾ ഗൈസ് Remember ഞാൻ ഈ വീഡിയോ how you looked when we met. അവസാനിപ്പിക്കുകയാണ്. Still have this effect. ബൈ. So incredible, incredible. I